ഹായ്, ഇത് ഞാൻ തന്നെ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ ഗൈസ്, വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗൈസ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോറിന് കാര്യത്തിന് പോകാൻ പോവുകയാണ് ഗൈസ്. നമ്മളെ കയ്യിൽ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് പരിപാടികളൊന്നും ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് കിട്ടുന്ന ബയോമൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് വല്ല വില്ലേജ് വേറെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും സാധനങ്ങൾ എടുക്കണം ഗൈസ്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് ഗൈസ്. ഈ എപ്പിസോഡിൽ ഞാൻ സത്യം പറഞ്ഞ് ഇതെല്ലാം ചെയ്യാൻ നിന്ന ഞാൻ ഒരു വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു ഗൈസ്. അതിനുള്ള റിസോഴ്സും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലോറിനും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് പതുക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. വില്ലേജർ ബ്രീഡറും അയൺ ഫാമും അങ്ങനെ ട്രേഡറും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. ആദ്യം നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമുക്ക് നേരെ എക്സ്പ്ലോറിനും കാര്യത്തിനും പോയി കുറച്ച് വുഡും കാര്യങ്ങളും അല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എടുത്തിട്ട് വരണം ഗൈസ്. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതാണ് ഈ എപ്പിസോഡ് മൊത്തത്തിൽ. അല്ലാതെ ഒന്നും വലുതായിട്ട് വലിയ പണിയൊന്നും ഇല്ല നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വേണം. നമ്മളെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കയ്യിൽ. ഫുഡും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം. അപ്പം ഞാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് മീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത്ര മീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇത്രയല്ല ഗൈസ്, നമ്മൾ ചെസ്റ്റിൻ്റെ അകത്ത് കുറച്ച് മീറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി വെച്ച് നമുക്ക് സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എക്സ്പ്ലോറിൻ്റെ കാര്യത്തിനൊക്കെ പോവാം ഗൈസ്. നമുക്ക് പോയിട്ട് വരെയുള്ള മീറ്റും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം മീറ്റും കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. പിന്നെ നമുക്ക് തീരെ ഉണ്ടെങ്കിൽ നമുക്ക് വല്ല കാര്യങ്ങളും എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, അത് ഇവിടെ ഇരുന്ന് സ്മെൽറ്റ് ആവട്ടെ ഗൈസ്. സ്മെൽറ്റ് ആവാൻ ഇനി സമയം എടുക്കും ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങോട്ടുള്ള സൈഡിലോട്ടാണ് നമ്മൾ പോകാൻ പോകണം ഗൈസ്. നമുക്ക് പറ്റുമെങ്കിൽ അത്യാവശ്യം വുഡും കാര്യങ്ങളും വെറൈറ്റി വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ സാപ്ലിങ് പറ്റുമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് വരാം. നമുക്കൊരു 1000-2000 ബ്ലോക്ക് ദൂരെ വരെ പോവാം ഗൈസ്. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അല്ലാതെ കൂടുതലൊന്നും പോകണ്ട ഗൈസ്. കൂടുതൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി മറന്നു പോയി നമ്മൾ പെട്ടുപോയി ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2000 ബ്ലോക്ക് കൂടിപ്പോയി 2000 ബ്ലോക്ക് നമുക്കൊന്ന് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് എടുത്തുകൊണ്ട് വരാം ഗൈസ്. നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് പക്കയായിട്ട് ഇനി തിരിച്ചു വരുള്ളൂ ഗൈസ്. നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിലിപ്പോൾ ഇത്രയും ഫുഡും കാര്യങ്ങളും മതിയെന്ന് തോന്നുന്നു ഗൈസ്. ഇത്രയും മതിയായിരിക്കുമെന്ന് തോന്നുന്നു. 2000 ബ്ലോക്ക് കൂടുതൽ നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം. നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അതുവരെ ഞാൻ ഓടുന്നത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരു ടൈം ലാപ്സ് ഉണ്ടോ ഗൈസ്? ഇങ്ങോട്ട് ഇറങ്ങിയതും ഗൈസ് ഇവിടെ അയൺ ഉണ്ട് ഗൈസ്. ഇവിടെ ഞാൻ നേരത്തെ കണ്ടില്ല ഗൈസ് ഇവിടെ അയണുള്ള കാര്യം. നമുക്ക് ആ അയണും കൂടി മൈൻഡ് ചെയ്യാം ഗൈസ് എന്തായാലും. ഗൈസ് ഇവിടെ നിന്ന് നമുക്കൊരു 11 അയൺ കിട്ടി ഗൈസ്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മളിപ്പം പോവാത്ത നന്നായി ഗൈസ്. ഞാൻ ബെഡ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. നൈറ്റ് ആയപ്പോഴാണ് ഓർമ്മ വന്നാൽ. അതുകൊണ്ട് നമുക്കൊരു ബെഡും എടുത്തുകൊണ്ട് പോകാം. നമ്മളെ മേളിൽ ഇട്ടേക്കുന്ന ബെഡ് എടുക്കുന്നില്ല ഗൈസ്. നമുക്ക് വേറൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് പോകാം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് വില്ലേജിൽ പോയി നമുക്കൊരു ബെഡ് എടുത്തുകൊണ്ട് പോകാം. ക്രാഫ്റ്റ് ചെയ്യാൻ പാട് പറഞ്ഞതിന് ഗൈസ്. വില്ലേജ് ഇഷ്ടംപോലെ ബെഡ് കാണുമല്ലോ. നമുക്ക് എടുത്തുകൊണ്ടങ്ങ് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് വില്ലേജിൽ നിന്ന് പോയി ബെഡ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലോറിന് കാര്യത്തിനൊക്കെ പോവാം ഗൈസ്. നമ്മൾ വില്ലേജിൽ പോയി ആദ്യം ബെഡ് എടുക്കട്ടെ ഗൈസ്. ഇല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സോംബിയും കാര്യങ്ങളൊക്കെ വന്ന് ക്രീപ്പറും കാര്യങ്ങളൊക്കെ വന്ന് പൊട്ടും ഗൈസ്. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബെഡും കാര്യങ്ങളും എടുത്ത് നമുക്ക് നേരെ അങ്ങ് പോവാം. ഗൈസ് ഇവിടെ നമുക്കൊരു വില്ലേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇറങ്ങി വന്നതിന് വലുതായിട്ട് ഒരു നഷ്ടം വന്നിട്ടില്ല ഗൈസ്. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ വില്ലേജ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം അടിച്ച് മഞ്ഞിട്ട് പോകാം ഗൈസ്. ഇവിടെ നമുക്ക് ഹേബിലും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് അത് വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം.
അത് നമ്മളെ വില്ലേജർ ബ്രീഡറും കാര്യങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ ആവശ്യം വരും ഗൈസ്. അതുകൊണ്ട് ഇവിടെ വല്ല ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും എടുത്തുകൊണ്ട് പോയി നമുക്ക് ഇവിടെ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഗൈസ് ഗൈസ് നമ്മളെ വില്ലേജാണ്. അയ്യോ ഗൈസ് കറങ്ങി നമ്മളെ വില്ലേജിൽ തന്നെ വന്നു ഗൈസ്. മണ്ടൻ തന്നെയാണ് ഗൈസ്. മേളത്തെ ഇത് കോർഡിനേറ്റ് പോലും നോക്കാതാണ് ഗൈസ് വന്നത്. അതാണ് ഗൈസ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോകണ്ട ഗൈസ്. അങ്ങോട്ട് പോയി വീട്ടിൽ കറങ്ങി വരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഗൈസ് നമ്മളെ എപ്പിസോഡിന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ.